1914 വേനലിൽ യൂറോപ്പ് അപകടകരമായ ഒരു സന്തുലിതാവസ്ഥയുടെ കേന്ദ്രബിന്ദുവായിരുന്നു. സഖ്യങ്ങൾ, സാമ്പത്തിക മത്സരം, സൈനിക ആസൂത്രണം എന്നിവയിലൂടെ വൻശക്തികൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു. ദേശീയ അഭിമാനം ഉയർന്നിരുന്നു, നയതന്ത്ര വിശ്വാസം താഴ്ന്നു. യുദ്ധം വന്നപ്പോൾ അതിവേഗത്തിൽ അത് പടർന്നു. സാമ്രാജ്യങ്ങൾക്കിടയിലെ ദീർഘകാല സമ്മർദ്ദങ്ങളും അടിയന്തര പ്രതിസന്ധികളും കാരണമാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ യൂറോപ്പ് ശക്തമായ സാമ്രാജ്യങ്ങളുടെ കൈകളിലായിരുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, റഷ്യ, ഒട്ടോമൻ സാമ്രാജ്യം എന്നിവ ഭൂരിഭാഗം പ്രദേശങ്ങൾ നിയന്ത്രിക്കുകയും സ്വാധീനത്തിനായി തമ്മിൽ മത്സരിക്കുകയും ചെയ്തു. വ്യവസായവൽക്കരണം യുദ്ധത്തിന്റെ സ്വഭാവം മാറ്റിമറിച്ചു. വലിയ സൈന്യങ്ങൾ, മാരകമായ ആയുധങ്ങൾ എന്നിവയുടെ ഏകോപനം ഇതുവരെ കണ്ടതിലും കൂടുതൽ സങ്കീർണമായിരുന്നു. ദേശീയത ഈ സംഘർഷങ്ങളെ കൂടുതൽ തീവ്രമാക്കി. വലിയ സാമ്രാജ്യങ്ങളിലെ നിരവധി ജാതി വിഭാഗങ്ങൾ സ്വാതന്ത്ര്യം തേടി. അതേസമയം രാഷ്ട്രങ്ങൾ ദേശീയ ഐക്യവും സൈനിക ശക്തിയും പ്രോത്സാഹിപ്പിച്ചു. യുദ്ധം നയപരമായ, സാധുവായ ഉപാധിയായി മാറി. സഖ്യശക്തികൾ യൂറോപ്പിനെ എതിർപ്പാളയങ്ങളായി വിഭജിച്ചു. ജർമ്മനിയും ഓസ്ട്രിയ ഹംഗറിയും ട്രിപ്പിൾ അലയൻസിന്റെ കേന്ദ്രമായി മാറി. ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ എന്നിവർ ട്രിപ്പിൾ എൻഡാൻഡ് എന്നറിയപ്പെട്ട കരാറുകളുടെ പരമ്പരയിലൂടെ ബന്ധപ്പെട്ടു. സംഘർഷം തടയാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഈ സഖ്യങ്ങൾ പ്രാദേശിക തർക്കങ്ങളെപ്പോലും വലിയ യുദ്ധങ്ങളിലേക്ക് നയിച്ചു. യുദ്ധത്തിന്റെ മൂലകാരണം ബാൽക്കൻ മേഖലയിൽ രൂപപ്പെട്ടു. 1914 ജൂൺ 28-ന് ഓസ്ട്രിയ ഹംഗറി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെ സാരയാവോയിൽ ഒരു ബോസ്നിയൻ സെർബ് ദേശീയവാദി വധിച്ചു. ഈ വധം യൂറോപ്പിനെ ഞെട്ടിച്ചു. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് മാറിയില്ല. നയതന്ത്രത്തിന് അപ്പോഴും ഒരു അവസരമുണ്ടായിരുന്നു. ജർമ്മനിയുടെ പിന്തുണയോടെ ഓസ്ട്രിയ ഹംഗറി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അൾട്ടിമേറ്റം സെർബിയയ്ക്ക് നൽകി. സെർബിയ ഭൂരിഭാഗം നിബന്ധനകൾ അംഗീകരിച്ചു, എന്നാൽ സ്വാധീനാധികാരം ബാധിക്കുന്നവ നിരസിച്ചു. 1914 ജൂലൈ 28-ന് ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആ നിമിഷം മുതൽ സഖ്യവ്യവസ്ഥ നിയന്ത്രണമേറ്റെടുത്തു. റഷ്യ സെർബിയയെ പിന്തുണയ്ക്കാൻ സൈനിക സജ്ജീകരണം ആരംഭിച്ചു. ജർമ്മനി ആദ്യം റഷ്യക്കെതിരെയും പിന്നീട് ഫ്രാൻസിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. ഫ്രാൻസിനെ ആക്രമിക്കാൻ ജർമ്മൻ സേനകൾ ബെൽജിയത്തിലൂടെ നീങ്ങി. ബെൽജിയത്തിന്റെ നിഷ്പക്ഷത ലംഘിച്ചു. ബെൽജിയത്തെ സംരക്ഷിക്കാനുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ യൂറോപ്പ് യുദ്ധത്തിലായി. വേഗത്തിൽ തീരുമെന്ന് കരുതിയ ഈ സംഘർഷം ദീർഘവും വിനാശകരവുമായ പോരാട്ടമായി മാറി. പാശ്ചാത്യ മുന്നണിയിൽ പോരാട്ടം നോർത്ത് സീയിൽ നിന്ന് സ്വിസ് അതിർത്തി വരെ വ്യാപിച്ചു. കിടങ്ങുകൾ, ചിളി, മുള്ളുവേലികൾ, നിലയ്ക്കാത്ത പീരങ്കിവെടി എന്നിവയാൽ സൈന്യങ്ങൾ സ്ഥിര യുദ്ധക്കളം സൃഷ്ടിച്ചു. സാങ്കേതികത പ്രതിരോധത്തെ ആക്രമണത്തേക്കാൾ ശക്തമാക്കി. മെഷീൻ ഗണ്ണുകൾ, ഭാരമേറിയ പീരങ്കികൾ, അതിവേഗ തോക്കുകൾ എന്നിവ മരണസംഖ്യ കൂട്ടി. ശത്രുരേഖകൾ തകർക്കാനുള്ള ശ്രമങ്ങൾ തുച്ഛമായ നേട്ടങ്ങളും ആയിരക്കണക്കിന് മരണങ്ങളും ഉണ്ടാക്കി. കിഴക്കൻ മുന്നണിയിൽ പോരാട്ടം കൂടുതൽ ചലനാത്മകമായിരുന്നു, അതുപോലെ വിനാശകാരവും. ജർമ്മൻ ഓസ്ട്രോ ഹംഗേറിയൻ സേനകളെ നേരിട്ട റഷ്യയ്ക്ക് കനത്ത നഷ്ടങ്ങൾ സംഭവിച്ചു. യൂറോപ്പിന് പുറത്തേക്ക് യുദ്ധം മധ്യപൂർവ്വദേശം, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. കോളനികളും വിഭവങ്ങളും ഇതിലേക്ക് വലിച്ചിരക്കപ്പെട്ടു. യുദ്ധം ഇങ്ങനെ തുടരുന്നത് സാധാരണ ജനങ്ങളായും ബാധിച്ചു തുടങ്ങി. സർക്കാരുകൾ മുഴുവൻ സാമ്പത്തിക സംവിധാനങ്ങളെയും യുദ്ധോൽപാദനത്തിനായി സജ്ജമാക്കി. ഭക്ഷ്യക്ഷാമം, റേഷൻ വിതരണം, വിലക്കയറ്റം എന്നിവ നിത്യജീവിതത്തെ ബാധിച്ചു. പ്രൊപ്പഗാണ്ട പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തി വിരുദ്ധ ശബ്ദങ്ങളെ അടിച്ചമർത്തി. 1917 2 സംഭവങ്ങൾ യുദ്ധത്തിന്റെ ദിശ മാറ്റി. റഷ്യൻ വിപ്ലവം റഷ്യയെ യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ നിർബന്ധിതരാക്കി. ജർമ്മൻ സബ്മറീൻ ആക്രമണങ്ങൾക്കും നയതന്ത്ര സന്ദേശങ്ങൾ പിടിച്ചെടുത്ത സംഭവങ്ങൾക്കും പിന്നാലെ അമേരിക്കയും യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. അമേരിക്കയുടെ വ്യവസായ ശേഷിയും
സൈനികരും യുദ്ധത്തിന്റെ രീതി മാറ്റി. 1918 ജർമ്മനി വെസ്റ്റേൺ ഫ്രണ്ടിൽ അവസാന ആക്രമണം ആരംഭിച്ചു. അതുപക്ഷേ പരാജയപ്പെട്ടു. സഖ്യസേനകൾ പ്രത്യാക്രമണം നടത്തി ജർമ്മൻ സൈന്യത്തെ പിന്നോട്ട് തള്ളി. സൈനിക തോൽവിയും ആഭ്യന്തര അശാന്തിയും നേരിട്ട ജർമ്മനി യുദ്ധവിരാമം തേടി. 1918 നവംബർ 11 പോരാട്ടം അവസാനിച്ചു. ഒന്നാം ലോക മഹായുദ്ധം 4 വർഷത്തിലധികം നീണ്ടുനിന്നു. ഒരു വലിയ വില കൊടുക്കേണ്ടിയും വന്നു. സൈനികരും സാധാരണ ജനങ്ങളും ഉൾപ്പെടെ ഏകദേശം 1,60,00,000 പേർ മരിച്ചു. സാമ്രാജ്യങ്ങൾ തകർന്നു. അതിർത്തികൾ പുനർനിർണയിക്കപ്പെട്ടു. പല പ്രദേശങ്ങളും സാമ്പത്തികമായും ഭൗതികമായും തകർന്നു. 1919 വേഴ്സായ് ഉടമ്പടിയോടെ യുദ്ധം അവസാനിച്ചു. ഈ ഉടമ്പടി ജർമ്മനിക്ക് പ്രദേശനഷ്ടം, സൈനിക നിയന്ത്രണങ്ങൾ, കനത്ത നഷ്ടപരിഹാരം എന്നിവ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ചുമത്തി ശാന്തി ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യമെങ്കിലും ഈ നിബന്ധനകൾ വിരോധവും അസ്ഥിരതയും സൃഷ്ടിച്ചു. ഒന്നാം ലോകമഹായുദ്ധം ലോകത്തെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ചു. സാമ്രാജ്യങ്ങളെ അതില്ലാതാക്കി. ഭരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് വിപുലപ്പെടുത്തി. യുദ്ധങ്ങളുടെ രീതിയും മാറ്റി. കൂടാതെ അത് ഭാവിയിലെ സംഘർഷങ്ങൾക്ക് അടിത്തറയുമൊരുക്കി. ഒരു പ്രാദേശിക പ്രതിസന്ധി ആഗോള ദുരന്തമായി മാറി. രാജ്യങ്ങൾ യുദ്ധം ആഗ്രഹിച്ചതിനേക്കാൾ നിലവിലുള്ള സംവിധാനങ്ങൾ അത് തടയാൻ പരാജയപ്പെട്ടതാണ് കാരണം. ലോകമഹായുദ്ധം നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നു. ആധുനിക യുദ്ധത്തിന്റെ ശക്തിയെക്കുറിച്ച് മാത്രമല്ല, ഭയം, അഭിമാനം, സഖ്യങ്ങൾ എന്നിവ നയതന്ത്രത്തെ എത്ര വേഗത്തിൽ തകർക്കുന്നു എന്നതിനെക്കുറിച്ചും.